ഇതെന്താണെന്ന് അറിയാമോ കുഞ്ഞുഞ്ഞ? ഇതെന്താണ്? ഇത് തേങ്ങയല്ല, ഇതാണ് വാഴയുടെ കൂമ്പ്. നമ്മള് വാഴയുടെ കൂമ്പെന്ന് പറയും. എന്തെങ്കിലും ഇതിലൊരു സാധനം കാണിച്ചു തരാം. ഇനി അങ്ങനെയല്ല, ഇതിനതാണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിന് അറിയാങ്ങൾക്ക് കൊള്ളാമോ? രുചിയുണ്ടാ? നല്ല രുചിയുണ്ടാ? ഈ അത് വാഴക്കറ. അതെന്തൊരു ചിരി? എല്ലാരും ചോദിക്കുന്നു. ഓ എന്തരന്നേ നീ എന്തരേ? അയ്യോ ഈ വയ്യേ എന്തരന്നേ? വാഴക്കൂമ്പ് ഇത് നമ്മളെ താഴത്തെ അവിടെ നിന്ന വാഴക്കൂമ്പിന് ഞാൻ പറിച്ച. അവിടെ എനിക്ക് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് നീക്കിട്ടിരിക്കേ. ചെടിയാ? ആ കൊഴപ്പില്ല, കഴിവാ. നിങ്ങൾ ഇങ്ങോട്ട് കയറി. ആ കൊഴപ്പില്ല, നിങ്ങൾ ഇങ്ങോട്ട് എണീക്ക്, നീക്കി തരാം. എണീക്ക് കയറി, ഇങ്ങോട്ട് കയറി ഇരിക്കേ. ഇങ്ങനെ എന്താ നിങ്ങൾ എങ്ങനെ കാര്യം പറയും? വാഴക്കൂമ്പെടുക്കണം. അതാണ്ട് വാഴക്കൂമ്പ്. ഓ ഇത് തോരൻ കഴിച്ചിട്ടില്ലേ? ഞാൻ അച്ഛനും ഒക്കെ വെച്ചു കൊടുക്കും. അമ്മ അച്ഛനൊക്കെ വെച്ചു കൊടുക്കും. നിങ്ങൾ അമ്മ വെക്കുവായിരുന്നാ? വെച്ചു കൊടുക്കോ? നമുക്കമ്മ തരൂലേ? തരൂലായിരുന്നാ? അങ്ങനെയുള്ള തള്ളയാണ്. ആര്? ആ തള്ള. ഏതള്ള? ഈ തള്ള എനിക്കെന്നെ തരൂല. അപ്പൂപ്പനൊക്കെ കൊടുക്കോ? അത് നിങ്ങൾക്ക് തരാത്ത? എന്തായാലും വെച്ചാൽ മലകറക്കൂട്ടാൻ വെച്ചാൽ ഒളിച്ചു കൊടുത്തേക്കും. ഒളിച്ചു വെച്ചിന് മാത്രം ഒരു കൊടുക്കും. എനിക്ക് മീൻകറി മാത്രം തരും. മീൻകറി മാത്രം തരുമോ? മീനിനെ കൂട്ടി ഞാൻ ചോറ് തന്നെ. അങ്ങനെയുള്ള തള്ളയാണ്. കഷ്ടായിപ്പോയി. തള്ളയുടെ കാര്യം ഒന്നും പറയണ്ട. തന്നെ? അറിയണം, നീ കാണണം. കണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാവുമായിരുന്നു. തന്നെ? ഇപ്പൊ ഒന്നും ഓർക്കൂല. പിന്നെ ഞാൻ എന്തായിരിക്കും ഈ തള്ളേരുടെ എല്ലാരും പറയണ? നിങ്ങളൊന്നും പറയൂലായിരുന്നാ? ഞാൻ ഒന്നും പറയില്ല. ഇപ്പൊ ഒന്നും മിണ്ടൂല. ഇങ്ങോട്ട് തിരിഞ്ഞാണ്. ഇതാരും നെറ്റിയിൽ ഈ മടലൊട്ടിച്ച് വെച്ചാ? നെറ്റിയില് പോട്ടിട്ട് കളിയാക്കാൻ പാടില്ല കേട്ടോ. കളിയാക്കാൻ പാടില്ല. ഇതാടുത്ത് വലുതായിട്ട്. ഓ ഇതെന്തൊരു വെച്ചിട്ടേ അമ്മ നിങ്ങള്? കമ്പൂച്ചേരാ? എനിക്ക് തോന്നി കമ്പൂച്ചേരി ഇട്ട നല്ലത് കൈ കൊണ്ട് കമ്പൂച്ച. പൊട്ടിന്റെ കാര്യമല്ല ചോദിക്കണം, ആ കുറിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. പൊട്ടിന്റെ മേളിലൊരു ഇത് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് പൊട്ട് തെക്കും മറ്റേ കുറി വടക്കും. ഇത് ഭയങ്കര ചെറുതായിപ്പോയി. നാളെ ഇടുമ്പോ കുറച്ചുകൂടെ വലുതായിട്ടാ. എവിടെ നിന്ന് കിട്ടിയത് ഈ പൊട്ട്? എന്നാലാ ഞാൻ കൊടുത്തത്. നമ്മൾ ശ്രീകൃഷ്ണൻ കോവിൽ പോയില്ലേ നന്ദന്റെ? അന്ന് കിട്ടിയ നേരത്തെ വന്നാ കൊട്ടുകൂട്ടാ. മുന്നേ നമ്മളിവിടെ താമസിക്കാൻ വന്ന സമയത്ത് ഈ ഇവിടെ തിട്ടായിട്ടാണ്. ഞാൻ എത്രയോ വീടുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ തിട്ടായത്. ഇവിടെയൊക്കെ ഭയങ്കര കുഴിയായിരുന്നു. ഇവിടെ മണ്ണിട്ടാ നമ്മള് പൊക്കിയ. അപ്പൊ ഇവിടെയൊക്കെ വാഴയായിരുന്നു. വാഴ കൃഷിയായിരുന്നേ. രസകദളി, ഏത്തൻ, പാളയംകുടം, ഇത്രയും വാഴ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വന്ന സമയത്ത് ഫുൾ കാടാണ്. കാടെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇങ്ങോട്ട് വരാൻ പേടി വരും. അത്രയ്ക്കും കാടായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഓരോ ദിവസം ഇതുപോലെ ഓരോ കൂമ്പായിട്ട് ഒടിച്ച് കഴുത്തിലും ഉണ്ടാവാ. കഴുത്തിൽ നോക്കട്ടെ, കഴുത്തിലുണ്ടാ? ആ കഴുത്തിലും വരച്ചിട്ടുണ്ട് ഒരെണ്ണം. തന്നെ? എന്തിന് ഇത്രയും വര? എന്തിന് ഇത്രയും വര? ഇങ്ങോട്ട്. എന്റെ മക്കൾ എന്തെങ്കിലും പറ. എല്ലാരും ചോദിക്കണ കുഞ്ഞിപ്പെണ്ണ് അവിടെ.
കൊഞ്ചാടാതെ കുഞ്ഞങ്ങോട്ട് പറഞ്ഞാണ് ഇങ്ങോട്ട് എല്ലാരും ചോദിക്കണേ. പുതിയ നൈറ്റി ഇത് എവിടെ നീട്ടിയ? പുതിയ അവിടെ വെച്ച് തന്നത്. ആര് തന്നു? ആര് തന്നു? കുളിച്ചും കൊണ്ട് ആര് തന്ന? ആര് തന്നത്? നിങ്ങളല്ല, നീ. നീ മരുമോൾ തന്ന മരുമോൾ തന്നത്. മരുമോൾ ആ പറ. മരുമോള് അത് ഊട്ട് ആ നാറ്റി ഊട്ടിയപ്പോ ഇട്ടപ്പോ പിറ്റന്ന് കുളിച്ചുകൊണ്ട് ഈ നാറ്റി ഊരിയിട്ട് ഈ പാവാട ഊരിയിട്ട് ആ നാറ്റി പാൻറ് കൊടുത്തേ. മതി മതി. ഇത് തിന്നിട്ടുണ്ടോ അമ്മ? ഈ തോരൻ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. അല്ലേ? ഒട്ടും തിന്നിട്ടില്ലേ? ഇടയ്ക്ക് മുറയ്ക്ക് വെച്ചു കൊടുത്തതൊന്നും ഓർമ്മയില്ല. ബാക്കി കൂടെ കേക്കട്ടെ. പാവം പിടിച്ച കിളവനെയും കിളവിയും പറയാൻ വേണ്ടി അവര് ഇരിക്കുകയാണ്. മാത്രം കൊടുക്കും. ഞാൻ കേക്കട്ടെ, എനിക്ക് അറിയണ്ടേ. കിളവൻ, ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങള് ഇറച്ചിയും മീനും എല്ലാം കഴിക്കും, ഞാനും ഇറച്ചിയും നില്ല്, ഞാനും നിങ്ങളെ പോലെ ഇറച്ചിയും മീനും എല്ലാം കഴിക്കും. കിളവ ഇറച്ചിയും മീനും കഴിക്കും ഇല്ലല്ല? അപ്പൊ കിളവനല്ലേ ഇതൊക്കെ ഇഷ്ടം? അതുമല്ല, പണ്ട് അമ്മയ്ക്ക് ഇതൊക്കെ ഇഷ്ടമായിരുന്നു. പണ്ട് മലക്കറി കൂട്ടാൻ കഴിക്കുവോ? ഇപ്പോഴല്ലേ മലക്കറി കൂട്ടാൻ? എവള് വന്നതിന് ശേഷമല്ലേ മലക്കറി കൂട്ടാൻ കഴിച്ചു തുടങ്ങി അല്ലേ? എന്നിട്ട് കിളവന വഴക്ക്. കിളവൻ ഈ ഇത് വെച്ചു കൊടുക്കുന്നതിൽ കിളവന വഴക്ക്. ബാബ ഈ ഇങ്ങനെ ചുറ്റിയിടല്ലാരും മൂടി, ബാബിയുടെ കയ്യിൽ മുടി ഇതിലായി. നേരത്തെ ഒരു മുടി കയ്യിരിക്കുന്നുണ്ട്. ഇപ്പം കഴിക്കുമല്ലേ? ഇപ്പൊ എല്ലാം പോകും. പണ്ട് അവിയലൊന്നും ഇഷ്ടമല്ല കേട്ടാ. ഇപ്പൊ എന്തെല്ലാം കഴിക്കണത്? നീ വന്ന കാര്യം എന്ത്? എന്ത് മലക്കറി കൂട്ടാനും മീന് എല്ലാം. അതേ നമ്മ അതെന്ത് ഞാൻ വന്നതിന് ശേഷം കഴിക്കണ എന്ത്? ബാക്ടീരിയ എന്ന് പറയും. ബാറ്ററി അല്ല, കാരണം ബാക്ടീരിയ. നീ വെച്ചാൽ നല്ല രുചിയാണ്. ഇന്ന് ആരോ ഒരാൾ വീഡിയോക്ക് കമന്റ് ചെയ്തേക്കുന്നത് ഉമ്മ വെക്കുന്ന എല്ലാത്തിന്റെ റെസിപ്പി ഇത് ശോഭനമ്മ പറയുന്നുണ്ടല്ലോ എല്ലാം നല്ല രുചിയാണെന്ന്. അത് റെസിപ്പി ഇതിന്റെ ഇടയിൽ കൂടെ അതും കൂടെ ഒക്കെ ഇട്ട് അവിയൽ പോലെ ആയിപ്പോയി. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഒരു ചാനൽ അഡീഷണൽ തുടങ്ങിയിട്ട് അതിനകത്ത് ഫുഡ് റെസിപ്പി ഇടാം. അയ്യോ മക്കളെ, ഒരു വാഴയ്ക്ക പച്ചാമ്പിക്കൂടെ എടുത്ത് കൊടുക്കടി കുഞ്ഞി. അമ്മ നമ്മളെ ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നത് കൊണ്ടാണ് നമ്മള് എല്ലാരും അറിയണത്. നമ്മളാളുകളല്ലേ, നമ്മളാളുകളൊക്കെ നല്ല ബഹുവിശേഷം. പറയണ മാത്രം കേട്ടാ മതി. നമ്മളെ ആളുകളെന്ന് പറയുമ്പോ ആരാണ്? നമ്മളെ ആളുകളെന്ന് പറയുമ്പോ ഏത് കാറ്റഗറി ആയിട്ട് വരും? നമ്മളെ ആൾക്കാർ ആരാണെന്ന് പറഞ്ഞെന്നാണ്? നമ്മളെ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞെന്നാണ്? പറ, ആരാണെന്ന് പറഞ്ഞേ നമ്മളെ ആൾക്കാർ. എനിക്ക് അറിഞ്ഞൂടാ. പണിക്കമ്പളയുള്ള ഏതാൾക്കാർ? നിങ്ങൾക്ക് എന്തിനാ ഈ പൊന്നുമ? അതേ നമ്മ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നപ്പം ഈ പണിക്കമ്പളയിലുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലല്ലോ. അങ്ങനെയില്ലായി. പക്ഷെ ദൂരെയുള്ള ആൾക്കാർ ചോദിക്കും എന്തുണ്ട്, ഏതുണ്ട്, എങ്ങനെയുണ്ടെന്ന് കേട്ടാ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആൾക്കാരൊന്നൊന്നില്ല. ഞാൻ ഇവിടെ വന്നിട്ട് എന്തായാലും നിങ്ങളെ ആൾക്കാരൊന്നും ഞാൻ കണ്ടില്ല. മനസ്സിലായ? ഞാൻ നിങ്ങൾ ഒരാൾക്കാരെ ഒന്നിനും കണ്ടില്ല. കണ്ടാ? നിങ്ങൾക്ക് ഏതെങ്കിലും ആൾക്കാരുണ്ടോ? ഉണ്ടോ? പിന്നെ മിണ്ടാതിരി. നല്ല ചോറയായിരുന്നു. അപ്പുറം ഞാൻ വീഴാൻ പോയപ്പം അമ്മ ഒന്ന് എന്നെ അടുത്ത് എന്താ പറഞ്ഞ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇവിടെയാണ് കുരുങ്ങി പോയാ. പിന്നെ ഞാൻ ഇവിടെയാണ് കുരുങ്ങി. പെണ്ണ് നോക്കിയാൽ എല്ലാം കൂടെ ഇളക്കി പറക്കി ഇട്ടതൊക്കെ ആകെ ഇതുപോലെ ബുദ്ധിമുട്ടായി അരിയ. പിന്നെ ചെറുക്കനെ പിടിച്ച് വീട്ടിൽ എനിക്കെപ്പോഴും നിങ്ങളുടെ മോനെ കാണണം. ഉടനെ എനിക്കിട്ടൊരു കുത്തു തന്നു. എന്നെ പറഞ്ഞു വിടണമെന്നാണ് ഭയങ്കര ആഗ്രഹം. ജോലിക്കും പോവില്ല, കൂലിക്കും പോവില്ല. 2 ദിവസം കൊണ്ട് മഴ പെയ്യണത് ഒരു കുഴപ്പമില്ല. അല്ലമ്മ, മഴയൊന്നുമല്ല സംഭവേ. എന്നെ അത്ര വിശ്വാസം പോരാ. വീട്ടിൽ കയറി ഇരിക്കുകയാണ്. ഞാൻ എങ്ങോട്ടെങ്കിലും പോണുണ്ടോ, ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി കയറി ഇരിക്കുകയാണ്. അമ്മ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അവളാ തന്നെ ആരെങ്കിലും വരുന്നുണ്ടോ? അമ്മ വരുന്നുണ്ടാ? പിന്നെ എന്നാള് നിങ്ങൾ വിളിച്ചു പറഞ്ഞതാ. ആള് പന്ന കള്ളി വിളിച്ചു പറഞ്ഞു ആക്കും.
വരുന്നെങ്കിൽ 2 ദിവസം കൊണ്ടേ അച്ഛമ്മ നല്ല മഴ. വേണ്ട. വേണ്ട 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 വേണ്ട. വേണ്ടാന്ന് പറയുകയും ചെയ്യും ഒരു വാങ്ങിത്തരാൻ. അതൊരു പ്രത്യേക തരം തൊണ്ടേ കുരുങ്ങോ തോന്നാണ്ടേ കുത്തി കയറ്റ തന്ന പതുക്കെ തിന്നമ്മ അങ്ങോട്ടെ. കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. മുഖം ഒരുമാതിരി ഇരിക്കുന്നു. വേണ്ടെന്ന് പറഞ്ഞില്ലേടി കുഞ്ഞി നിന്റെ അടുത്ത്? അമ്മ 2 ദിവസം കൊണ്ട് നല്ല മഴ. മനസ്സിലായ? അതുകൊണ്ടാണ് പണിക്ക് ചുമ്മാ പോയത്. ചുമ്മാ ഞാൻ ഇല്ലാതിരിക്കുന്നതാണ് ഇഷ്ടം. എന്നെ നിരീക്ഷിക്കാൻ വേണ്ടി കയറി നിൽക്കുകയാണ്. എന്നെ നിരീക്ഷിക്കാൻ വേണ്ടി കയറി നിൽക്കുകയാണ് വീട്ടില്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവിടെ ഞാൻ ഉണ്ട്. അങ്ങനെ നോക്കണ്ട. ഞാൻ കാലത്തെ കൂടെ വരും കൂടെ നോക്കിയോ. പിന്നെ വൈകുന്നേരവും കൂടെ കാണും. അത് നിങ്ങളെ മോൻ്റെ പറയാം, എന്റെ അല്ല പറയണ്ട. അമ്മ ഞാൻ വേലക്ക് പോട്ടോ? അമ്മ ആ നാളെ മുതൽ വേലക്ക് പോട്ടോ? നീ വേലക്കോ? ശരി, നാളെ ഞാൻ മുതൽ ഇവിടെ കാണും. അമ്മ ഇവിടെ ആരെങ്കിലും ഇവിടെ വരണേ- ഇവിടെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ കാണും. ഇടപെടൂ. ആരെങ്കിലും വരണേ ഞാൻ ഇവിടെ- ഇടപെടൂ. എന്തായാലും ഇടപെടുവോന്ന്? ആ ആ ഇടപെടുന്നില്ല. ആ അതൊന്നും പറ്റൂല. ആ എവിടെ എവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ എന്താ പറയും. അമ്മ ഞാൻ ഇച്ചിടെ മോളെ അതിന് വൈ 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 വരണവൻ വിളിച്ചു പറഞ്ഞു. തന്നെ ആ എന്തായിരുന്നാലും കുറി കുറച്ചുകൂടെ ചെറുതായി. കുറി കുറച്ചും കൂടെ എന്തിരുന്നില്ല അവരെന്തിനു പറയണം എന്തിരുന്ന് കല്ല് വെള്ളം ഊട്ടി പറയും. അത് വേണ്ട. അങ്ങനെയൊന്നും വേണ്ട. അതൊന്നും വേണ്ട. നമ്മളിപ്പോ ഡീസന്റ് ആണ് അല്ലേ ശോഭന? അങ്ങനെ 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 ആരും വരണ്ട. ഇവിടെ ഇവിടെ ആരും വരണ്ട. ഈ വന്നവരൊക്കെയാ? ആ ഈ വന്നവരൊക്കെയാ? വന്നവരൊക്കെ പോവും. ഇനി ആരും വരണ്ട. ആ ഇനി ആരും വരണ്ട. അത് ശരി. ഇനി ആരെയും വിളിക്കണം. ഇനി ആരും വിളിക്കണ്ട. ഇനി ആരും വരൂല. ഇനി ആരും വേണ്ടിയില്ല. മഴയൊക്കെ ഉണ്ടാ? ഞാൻ ഇവിടെ മഴയൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ നിൽക്കാം. ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഇന്ന് അതിന്റെ മരിച്ചു ചെയ്യാ. എന്റെ കൂടെ പഠിച്ച കൊച്ചിന്റെ അമ്മ മരിച്ചുപോയി. ഇവിടെ വരൂലേ നമ്മുടെ ഇടയ്ക്ക് കമ്പ്യൂട്ടറൊക്കെ ശരിയാക്കാനൊക്കെ വരൂലേ? അവന്റെ അമ്മ അമ്മേ മരിച്ചു. അവരിക്കൊരു സുഖരാ. അവരൊക്കെ സൂക്കേടായിരുന്നു. സൂക്കേടായിട്ട് ആശുപത്രി കിടന്നു. ആ മെഡിക്കൽ കോളേജിലായിരുന്നു. മരിച്ചു. അയ്യോ അയ്യോ ഞാൻ ചത്തുപോയ എന്ത് ചെയ്യുന്നേ? നീ ചാവൂല ഇപ്പോ. ഇപ്പോഴൊന്നും ചാവൂലേ? പിന്നെ എപ്പോ ചാവും? ഞാൻ ഇനി ചാവുന്നിടത്ത് വയസ്സായേ ചാവുള്ളൂ. വയസ്സായി കൊറേ മാസം ചെയ്യുമായില്ലോ. കൊറേ കഷ്ടപ്പെട്ടേ നീ ചാവൂ. കൊറേ മാസം കഷ്ടപ്പെട്ടേ ചാവൂ അല്ലേ? അമ്മ അമ്മ പിന്നെ നോക്ക്. നിങ്ങൾ പിന്നെ ആണ്ടേ എവള് കൊറേ കഷ്ടപ്പെട്ടേ ചാവുള്ളൂന്ന് പറ. ആ കൊറേ മാത്രം വെള്ളമൊക്കെ കുടിച്ച് ആഹാരമൊക്കെ കഴിച്ചതിന് മരിച്ചോളൂ. ആഹാരം വെള്ളവും നീ കുടിച്ചേ ചാവുള്ളൂ. അങ്ങനെ പറയണേ. വെള്ളം ഇറങ്ങിയേ ചാവുള്ളൂ. അപ്പൊ നീ വെള്ളം ആഹാരമൊക്കെ കഴിക്കും. എല്ലാം കഴിച്ചാലേ മരിച്ചോളൂ. തന്നെ അനുഭവിക്കൂലേ? അനുഭവിക്കല്ല. ഇല്ലേ? അങ്ങനെയൊന്നും ഇവിടെ അങ്ങനെയൊന്നും ഇവിടെ അതൊന്നും കയറ്റൂല അമ്മ. അനുഭവിക്കൂലേ? ആരും അറിയണം. സൂചിച്ചാ മരിക്കോളാ? ആ അതെന്ത്? ഞാൻ ഭയങ്കര പാവം ചെയ്യല്ലേ, ഞാൻ ദുഷ്ടത്തിയല്ലേ, അപ്പൊ ഞാൻ അനുഭവിച്ചല്ലേ ചാവുള്ളൂ. ഞാൻ മരിക്കില്ല. മരിക്കൂലേ? അങ്ങനെയൊന്നും മരിക്കില്ല. തന്നെ ഞാൻ ഇവിടെ ഇരിക്കല്ല. ഞാൻ ഇവിടെ നോയിക്കോളും. ഞാൻ ചത്തുപോയ എന്ത് ചെയ്യും? ആ സപ്പോസ് നീ അങ്ങനെ ചാവൂല. അവൻ ചത്തുപോയ എന്ത് ചെയ്യും? ആ ചത്തുപോയാ ഞാനും കൂടെ വരും. അവിടെയും സമാധാനം തരൂല എന്നാ? കുഞ്ഞിന് ഞാനും കൂടെ വരും. അയ്യോ അല്ല അങ്ങനെ പറയരുത്. എന്റെ പിള്ളയെ കൊണ്ട് അടുത്ത ഒന്നും കൂടെ കെട്ടി. അപ്പൊ ഞാനും കൂടെ വരും. എന്തിനാ പറഞ്ഞ നിങ്ങളെ മോൻ വേറെ കെട്ടും? ആ അവൻ കാക്കാട്ട് കൊട്ടില്ല. അവൻ കെട്ടിക്കൊണ്ടുവരുന്ന പിന്നെ കൊള്ളാമോ? കൊള്ളൂലേ? നമുക്ക് ചന്തം നോക്കാന്ന്. പിന്നെ അയ്യോ ചന്തം നോക്കാം. നല്ല സൗന്ദര്യമുള്ള അല്ല സുന്ദരിയെ കൊണ്ടുവരുമ്മ. നല്ല സൗന്ദര്യമുള്ള അവന് സൗന്ദര്യമുള്ള നിങ്ങളെ കൊല്ലോലെ നോക്കും. എനിക്ക് സൗന്ദര്യം ഇല്ലെന്ന്. എനിക്ക് സൗന്ദര്യം ഇല്ലേ? നിങ്ങൾ കൂടെ ചാവാനൊന്നും നിക്കണ്ട. നിങ്ങളെ മോനെ ഞാൻ ചത്തു കഴിഞ്ഞാൽ വേറെ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരും. അവൻ വേറെ കെട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക്. അപ്പൊ അവള് നിങ്ങളെ നന്നായിട്ട് നോക്കും അമ്മ? എന്നെ നോക്കാനൊന്നുമില്ല അവള്. നോക്കൂലല്ലേ? പറയാം. അവളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും അവള് അപ്പൊ അറിയാം കാര്യങ്ങളൊക്കെ. ഓ അപ്പൊ എല്ലാം അറിയാം. വല്ല കള്ളിക്ക്
എന്നിട്ട് പിന്നെ എന്തിനെടുത്തിട്ട് ചവിട്ടി കൂട്ടണ എന്നാ? നീ ഇവിടെ തന്നെ ഇവിടെ ജീവിക്കും. പിന്നെ എന്തിനാ എന്നെ ഉപദ്രവിക്കണേന്ന് ഇതൊക്കെ അറിയാമെങ്കിൽ. നിങ്ങൾ ഈ പറയാൻ കണക്ക് പോലെ ഉപദ്രവിച്ച് ഞാൻ വീട് ചത്താങ്ങാനും പോയി എന്ത് ചെയ്യും? നീ ചാവൂല. ചാവൂല്. ചാവാതെ അടിക്കാനുള്ള മർമ്മസ്നാനമൊക്കെ അറിയാമോ? എല്ലാരും അല്ല, എല്ലാരും അങ്ങനെ ചോദിക്കുന്നത്. കുറെ പേര് ചോദിക്കുന്നത് എന്തിന് കളിയാക്കുന്നത്, കളിയാക്കി സംസാരിക്കുന്ന എന്തിന്, കളിയാക്കുന്നത് ഓവറായിട്ട് തോന്നുന്നത്, പിന്നെ എന്റെ മക്കൾ ഇതൊക്കെ കണ്ടു വളരെയില്ലേന്ന്. നിങ്ങൾക്കൊക്കെ കുറെ പേർക്ക് കുറെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കണം, അത് സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ ഈ കളിയടിയും ഈ ചിരിയും ഈ തമാശ പറച്ചിലും അവരാസ്വദിക്കുന്നുണ്ടല്ലോ, അവരാസ്വദിക്കുന്നുള്ളത് മാത്രം അത് നോക്കിയാൽ മാത്രം നിങ്ങൾ നോക്കിയാൽ അല്ലാതെ മറ്റുള്ളവര് ഈ കാണുന്നവരെല്ലാം എല്ലാവരെയും ഒരേപോലെ നമ്മള് എല്ലാരും സൂചിപ്പിക്കാൻ നമ്മളെ കൊണ്ട് അത് പറ്റൂല. വേണ്ട. അവരോട് കളിയടിക്കാൻ പാടില്ല. ഒരുപാട് വീഡിയോ ഞാൻ ചെയ്യാമെങ്കിൽ ഞാൻ അഭിനയിക്കാം. ഞാൻ അഭിനയിച്ച് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആർട്ടിഫിഷ്യലായിട്ട് വീഡിയോ ചെയ്താൽ ഈ ഇത്രയും കാത്തുകെട്ടി ഞങ്ങളെ വീഡിയോ നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാരുടെ എണ്ണം കുറയും. കാരണം നമ്മൾ റിയൽ ആയിട്ടാണ് ചെയ്യണം. നമ്മൾ ഇതിനകത്ത് ഇപ്പൊ ഈ വീഡിയോയിൽ കാണുമ്പോൾ തിരിയുമ്പോഴത്തേക്കും ശോഭന എണീറ്റ് പോ അങ്ങോട്ട് എന്ന് പറയുന്നതല്ല. നമ്മൾ ഇതിനകത്ത് ഈ വന്നിരിക്കുമ്പോഴുള്ള തമാശയും ചിരിയും കളിയും, എന്റെ പിള്ളേരിയ്ക്കുമ്പോഴും ഇവൻ എന്നെ ആണെങ്കിലും ചേട്ടൻ കളിയാക്കും, ചേട്ടനാണെങ്കിലും ഞാൻ കളിയാക്കും, അമ്മയാണെങ്കിലും ഞങ്ങൾ കളിയാക്കും, കുഞ്ഞുങ്ങളെയും കളിയാക്കും. അതൊരു സ്വർഗവും അല്ല. അങ്ങനെയല്ല, ചിലവരുടെ വിചാരം എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് സംസാരിക്കണം അവരോട്. അങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിച്ചാൽ അവര് ആ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കും. അവർക്ക് കമന്റ് അടിയും കളിയടിയും. പണ്ട് ആരുമായിട്ടും കമന്റ് അടിയും കളിയടിയും ഇഷ്ടമില്ലായിരുന്നു. നമ്മളെ മോളി ചേച്ചിയൊക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും തമാശ പറഞ്ഞു കഴിഞ്ഞാൽ പോണേന്ന് പറയും. ഇഷ്ടമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ് നീ ഇവിടെ വന്ന് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഈ ഒരു ഇടപഴകലായതിനു ശേഷമാണ് അമ്മ കളിയടിക്കാനും തമാശ അടിക്കാനും തുടങ്ങിയത്. മനസ്സിലായില്ലേ? അവരുടെ ഇഷ്ടത്തിനല്ലേ ഞാൻ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് അതല്ലേ പ്രധാനം. അതില് ഒരുപാട് പേര് വന്ന് ചില ആൾക്കാർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, അമ്മയെ കളിയാക്കരുത്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അമ്മയുടെ നമ്മളെ വീട്ടിലിരിക്കുന്ന അമ്മയോട് തമാശ പറയാമല്ലോ. നിങ്ങൾ പറഞ്ഞത് ഞാൻ നെഗറ്റീവ് റെസ്പോണ്ട് ചെയ്ത് അങ്ങനെയൊന്നുമല്ല. ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഞങ്ങളുടെ ലോകം ഇതാണ്. ഞങ്ങളുടെ ലോകം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറച്ചിലും കളിയടി ഇതൊക്കെയാണ് ഞങ്ങളുടെ ലോകം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഹാപ്പി ആയിട്ട് പോണത്. അത് നിങ്ങൾ ഒന്നോ രണ്ടോ പേര് പറഞ്ഞു തരുന്നത് ഞാൻ മാറ്റാനൊന്നും പോണില്ല. അതുകൊണ്ട് ആർക്കും എന്നോട് വെറുപ്പൊന്നും തോന്നരുത് കേട്ടാ. പിന്നെ വേറെ ഒരു കുറച്ച് ആൾക്കാരുടെ സംസാരമാണ് അമ്മയെ പറഞ്ഞ് ചെയ്യിക്കുന്നുള്ളത്. അങ്ങനെ ഞാൻ അമ്മയെ പറഞ്ഞ് ചെയ്യിക്കുന്നതാണെങ്കിൽ ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. ബിക്കോസ് ശോഭനയെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ ഭൂമിയിൽ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അവര് എന്താ പറയാ അത്രയും കഴിവുള്ള വ്യക്തിയാണ്. അപ്പൊ ഞാൻ അതിൽ അഭിമാനിക്കുന്നു. നിങ്ങളൊക്കെ പറയുന്ന പോലെ ഞാൻ ശോഭനയെ പറഞ്ഞാണ് ചെയ്യിക്കുന്നെങ്കിൽ ഞാൻ അതിൽ അഭിമാനിക്കുന്നുണ്ട്. സംഭവം ഇന്നലെ ലാസ്റ്റത്തെ ഒരു വീഡിയോയില് അപ്പം അവിക്കുന്ന ഒരു വീഡിയോയില് അമ്മ ഇനി എന്തോ പറയണോ അങ്ങനെ എന്തോ ഒരു പോർഷൻ ചോദിച്ചു. അത് നമ്മൾ അമ്മയും മോനും തമ്മിൽ എന്തോ എന്തോ ഒരു ടോക്സില് അത് ഇനി എന്തോ പറയണോ നമ്മുടെ അമ്മ ചോദിച്ചു. അങ്ങനെ അമ്മ പറഞ്ഞു പറയിപ്പിക്കുന്നാണെങ്കിൽ എനിക്ക് ആ പോർഷൻ കൊതു ഓടിക്കണം. അപ്പൊ അത് പറഞ്ഞു പറയിപ്പിക്കണേന്ന്. ഇതിന്റെ ഇടയിൽ അതൊന്നും പറയേണ്ട ആവശ്യമില്ല, കേൾക്കുന്നവർക്ക് ബോറടിക്കും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങള് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് തിരുത്തുന്നു. അതായത് തിരുത്തല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കി ഇതായിരുന്നു നമ്മളുടെ ഉദ്ദേശം എന്ന് അത് പറയുന്നത്. നല്ല രീതി എടുക്കുന്നവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് വേണ്ട. അത് നിർബന്ധമൊന്നുമില്ല. എന്തായിരുന്നാലും 5 പേരെ അങ്ങനെ വരുന്നുള്ളൂ, 100 പേര് അങ്ങനെ വരുന്നില്ല. സന്തോഷം ഉണ്ടാവാൻ ഞങ്ങൾ നോക്കുന്നത്. നമ്മൾ അതേ ഹാപ്പിയാണ്, അവര് ഹാപ്പിയാണ്, ഞങ്ങളുടെ കുടുംബം ഹാപ്പിയാണ്. പിന്നെ എന്റെ മക്കള്, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഞാനാണെങ്കിലോ ഈ വീഡിയോ കാണുന്ന ആരും നമ്മളുടെ മക്കള് നമുക്ക് തരുമെന്ന് പറഞ്ഞ് ജീവിക്കണ്ട, തരൂല. നമ്മളെ മക്കളെ വളർത്താൻ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് നല്ല സംസ്കാരം കൊടുക്കുക, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അത്യാവശ്യം ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ചുറ്റുപാട്, അതായത് പൈസ വാരി എറിയണമെന്നല്ല, നല്ലതൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ വളർത്തിയെടുക്കുക. അത് മാത്രം നമ്മളിപ്പോ അവർക്ക് ചെയ്തു കൊടുക്കുക. ബാക്കി അവരുടെ ഫ്യൂച്ചറാണ്. ഇപ്പൊ എന്റെ നന്ദപ്പൻ ഞാൻ ഇപ്പൊ ഇത്തിരി നന്നായിട്ട് അവനെ വളർത്തുന്നു, അവ ഇതൊക്കെ കണ്ടു വളരുന്നു, എന്റെ കുഞ്ഞ് ഇതൊക്കെ കണ്ടു വളരുന്നു എന്ന് എഴുതിയിട്ട് നാളെ ഇവരാരും എന്നെ ഇങ്ങനെ നോക്കുന്നു എനിക്കൊരു പ്രതീക്ഷയില്ല. നാളെ ചിലപ്പോൾ നന്ദനോട് ഞാൻ ഒന്ന് കിടന്നു പോകുമ്പോൾ നന്ദന്റെ ഭാര്യ പറയണേ എനിക്ക് ജോലിയൊക്കെ ഉണ്ടമ്മ നിങ്ങളെ നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം നമ്മുടെ ഇന്ന് ചെയ്യുന്നത് നാളെ കൊടുക്കുന്നത് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യം ലോകത്തല്ല ജീവിക്കുന്നത്. അതെ, ഞാൻ ആരൊക്കെ പറയുന്നതായിട്ട് ആ കുട്ടികൾ ഇത് കണ്ടു വളരെയാണെന്ന്. കുട്ടികൾ കണ്ടു വളരെയാണ്, അതെനിക്കും അറിയാം. കുട്ടികൾ പിന്നെ ഈ വീട്ടിലുള്ള കുട്ടികൾ അവര് മറ്റുള്ളവരുടെ കാര്യം നമുക്ക് അമ്മ തന്നെ എത്ര വട്ടം നിന്റെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരെ പോവാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ എന്തിനാണ് അതിനെ ഞാൻ പറയണത്? ചില കാര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ പറഞ്ഞത് വിഷമിപ്പിക്കും ചോദിച്ചേ.
അപ്പൊ അങ്ങനെ വേണം. കൊതു കടിക്കണമെന്നേ. നിങ്ങളെ കടിക്കണില്ലേ കൊതു? ഓഹോ, രക്തം വേണം, രക്തം. ചുവന്ന രക്താണ്. ആ ചുവന്ന രക്തം. അന്നേ ഇത് ഏത് കൂമ്പെന്ന് ചോര്? ആർക്കറിയാം. താഴെ നിന്നേ ഒരു വാഴ നിക്കണ്. അത് രസകഥയിലെയോ പൂവമ്പഴം താഴെ നിക്കണം. അതിനെ ഞാൻ ഒടിച്ചോണ്ട് വന്ന്. അന്ന് താഴെ പോയി നോക്കിയില്ലേ? നമ്മള് താഴെ പോയി നോക്കിയില്ലേ? കൊല്ലട്ടാ, ഞാൻ ജയിലിൽ പോയാലും 3-4 മൂട് വാഴയെ കിടന്ന് തൂങ്ങിട്ടപ്പോ ചോദിക്കുന്ന വാഴ ഉണ്ടാവും. അന്ന് താഴെ പോയി നമ്മള് റോഡൊക്കെ കണ്ടപ്പോ ഒരു വാഴയില് ഊന്നൊക്കെ കൊടുത്ത ഓർമ്മയുണ്ടോ? നമ്മള് വീണുപോയ വാഴേനെ കെട്ടി നൂത്തിയത് ഓർമ്മയുണ്ടോ? പിന്നെ ഏത് വാഴയെന്ന് ചോദിച്ച അത് ഏത് വാഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ കേന്ദ്ര സർക്കാരിന്റെ വാഴ. നമ്മളെ ഇവിടെ അല്ലാതെ എന്ത് ഇതില് കുറച്ച് എണ്ണ തടവിട്ട് വരട്ടെ. എണ്ണ തടവി ബാലഗോപാലിനെ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ പോണെന്ന് ചോദ്യം. ബാലഗോപാലിനെ എണ്ണ തേച്ച് കുളിപ്പിക്കണമെന്ന് വെച്ചാൽ നീ കുളിപ്പിക്കാൻ പോണ പാട്ട് പാടാൻ പറ്റിയ ഓലത്തുമ്പത്തീരും നൂഞ്ഞാലാരും പാട്ട് പാട്. പാട്ടൊക്കെ പാടാൻ മൂട് വേണം അല്ലേ ശോഭനെ? കൊച്ചു പിള്ളേന്ന് പാടാ ഞാൻ. അതൊക്കെ ഒരു മൂടാണ്. പക്ഷെ ഇത്തവണ നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. നമ്മള് സാധാരണ എവിടെയെങ്കിലൊക്കെ പോയിട്ട് വരുമ്പോഴേ ഇവര് ആദ്യം മൈൻഡാണേ. പക്ഷെ ഇത്തവണ നമ്മൾ ബലിയിടാൻ പോയിട്ട് വന്നിട്ട് ഇത്രയും വലിയ യാത്ര ചെയ്തിട്ട് വന്നിട്ട് നീയൊക്കെ എല്ലാം വീണിട്ടും അവര് അടിപൊളിയായിട്ട് ആബ്സെന്റ് മൈൻഡ് ആയില്ല. നല്ല പോലെ സെറ്റപ്പ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണത്തെക്കാട്ടി വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ? എന്ന് വെച്ചാൽ അവര് എൻജോയ് ചെയ്തു എന്നൊരു ഇല്ലേ? എൻജോയ് ചെയ്തല്ലേ? അന്ന് ആ ട്രെയിനിൽ യാത്ര ചെയ്തത് അടിപൊളിയായിരുന്നു അല്ലേ? എൻജോയ് ചെയ്തു. ഇനി നമുക്ക് പ്ലെയിനിൽ കയറ്റാം. ഇനി എവിടെ പോണോന്നെ? അത് പറഞ്ഞപ്പോ ശരിയായി. നമുക്ക് പ്ലെയിനിൽ കയറാം. പ്ലെയിനിൽ കയറാം. ഇനി നമുക്ക് ഒരു ദിവസം പ്ലെയിനിൽ കയറണം. ഇന്നതാ കഴിച്ചു കൊല്ലണം. ഇരിക്കാൻ സമ്മതിക്കണില്ല. സന്ധ്യയായി തുടങ്ങിയില്ലേ? അത് മഴയും കൂടെ പെയ്തോണ്ടാണ് കൊതു വന്നത്. പോയിക്കാൻ പോണു. നമുക്ക് ഇനി എവിടെ പോവാ? ഇനി എവിടെ പോവാം? നമുക്ക് ഇനി കോട്ടൂർ ആനസങ്കേത കേന്ദ്രത്തിൽ പോവാം. കോട്ടൂരല്ലേ? അത് ഇവിടെ അടുത്തല്ലേ? അവിടെ പോണം. അതേ ട്രെയിനിൽ പോണെന്നല്ല ഞാൻ പറഞ്ഞ. ആനയെ കാണാൻ നമുക്കൊരു കാര്യം ചെയ്താല് ഗുരുവായൂർ പോയാല്. ഗുരുവായൂർ പോവാം. പക്ഷെ കാറില് നമ്മുടെ പട്ടികളാണ് അല്ലായിരുന്നെങ്കിൽ അവരെയും കൊണ്ട് ഗുരുവായൂർ പോയായിരുന്നു. ഗുരുവായൂർ പോയിട്ടുണ്ടോ? പിന്നെ ഗുരുവായൂർ ഗുരു എന്ന് കേട്ടിട്ടില്ല. അപ്പോഴാണ് അമ്മ നിങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവം ഏതമ്മ? എനിക്ക് എല്ലായിടവും എനിക്ക് ഇഷ്ടമുണ്ട് തന്നെ. എന്നാൽ ഏറ്റവും ഇഷ്ടമുള്ള ദൈവം ആര്? എല്ലായിടവും ഇഷ്ടമുള്ളൂ ദൈവം തന്നെ. ഏതൊക്കെ ദൈവങ്ങളെ പേരറിയാം? എല്ലാ ദൈവങ്ങളെയും എനിക്കറിയാം. സുധീഷ്ണൻ ദൈവമാണോ? പോയിട്ടില്ലേ? സുധീഷ്ണൻ ദൈവമാണോ? ഓ വാ ഇച്ചിട്ടോ. ഇച്ചി കഴിവിട്ട് വാ പൊന്നെ. സുധീഷ്ണ ആരെന്ന് ചോദിച്ചാ? അമ്മ സുധീഷ്ണ ആര്? തന്നെ. എന്റെ മോൻ തന്നെ. എന്തൊരു കൊതു കൊല്ലും ഞാൻ. ഒരു കൊതുക് തിരിയെടുത്ത് കത്തിരി മനുഷ്യാത്തി. ഒരു കൊതുക് തിരിയെടുത്ത് കത്തിക്കാം. ഇല്ലെന്നില്ലേ? ഓ കുഞ്ഞിക്കിളിയാ തന്നെ. അവിടെ അടഞ്ഞു പോയി കേട്ടോ. അടഞ്ഞു പോയാ കൊതുവല്ലേ? മക്കളെ അങ്ങോട്ട് മാറ്. തുണിയില്ല. എടുക്കുന്നുണ്ടോ? കൊതുക അമ്മ. അതാണ്ട ഇത് കത്തിച്ച് ഇനിയിപ്പം ഇല്ല ഇത് കൊതുകിന് വെക്കാം മക്കളെ. വീഡിയോ എടുക്കണം. ഇവിടെ വെക്കട്ടാ. ഇവിടെ വെക്കാം. ഇവിടെ വെക്കുമ്പോഴത്തേക്ക് കൊതുക് അങ്ങ് മാറും കേട്ടാ അമ്മ. ഇതെന്തൊരു പെണ്ണ്? ഒന്നുകൂടെ. ഇത് കൊതുക് തിരി അമ്മ. കൊതുക് തിരി എത്തിച്ചു വെച്ചാ ഇതാകുമ്പോഴത്തേക്കും കൊതു വരും. ഇടാണ്ടാ കൊതുക് പോയണ്ടാ. കൊതുക് സന്ധ്യയായില്ലേ? പിന്നെ ആ ചക്ക മുറിക്കാൻ പറ. ചക്ക മുറിക്കുന്നേ
ഏത് ചക്കയമ്മ? ഈ ചക്ക എനിക്കിനി എടുക്കാനൊന്നും വയ്യ, കൈ വയ്യ, ആരോഗ്യമില്ല. എടുത്തു തരുമെങ്കിൽ മുറിക്കാം. ഈ- ഞാൻ എടുത്ത് തരാം. എടുത്ത് വച്ച ആളുണ്ടെങ്കിൽ മുറിക്കാം. എനിക്ക് നടുവൊന്നും വയ്യ. നിങ്ങളെല്ലാം തള്ളിയിട്ട് ചവിട്ടിയത്, ചവിട്ടി നട്ടല്ലൊക്കെ ഒടിഞ്ഞ്. പോണേ പോണ്ടേ എന്ന് എന്ന് 3 കൊല്ലം മുന്നേ. നീ ചവിട്ടി ഞെരുക്കി. ഓ ചവിട്ടി ഞെരുക്കി. അത് ഒരു ചവിട്ടല്ലേ ചവിട്ടിയുള്ളൂ എന്ന് പറയാം. പൊതുവാറ്റല്ലേ പോണേ. ഒരു ചവിട്ടല്ലേ ചവിട്ടിയോളെന്ന് പറ. ഒരു ചവിട്ടല്ലേ അവിടെ. ഒന്ന് മതിയല്ലോ, എന്തിനധികം? ആ ആ ഒരു ചവിട്ടൊക്കെ ചവിട്ടി എന്ന് പറഞ്ഞ നടുവേനിക്കും ജോലി. ഒരു ചവിട്ട നടു വായിക്കോ? ഇല്ല, മാങ്ങോട്ട് തിരിഞ്ഞെന്നാണ് ഞാൻ ഒന്ന് ചവിട്ടി തരാം. പോണേ കണ്ട കൈ ഇപ്പോഴാണ് കണ്ട പുറത്തത്. അതവര് പറഞ്ഞ കാര്യമല്ലോ, ഒരു ചവിട്ടിനൊന്നും. ഓ ഓ കണ്ട ഇത് കണ്ട. വേദ പറ്റീര പല്ലമ്മ. അത് പറ്റീര് പറ്റി. അയ്യാ പറഞ്ഞൂടാ കൊച്ചിന് ഉള്ള വാവാ. ഓ ഏത് പറ്റീര പല്ല്. രണ്ടിലൊരു വരി പല്ലില്ലാത്ത നല്ലതല്ലേ? അത് തന്നെ. രണ്ടിലൊരു വരി പല്ലില്ലാത്ത ഭാഗ്യം. ചക്ക ആരെങ്കിലും എടുത്തു തരുമെങ്കിൽ ഞാൻ മുറിച്ചൊക്കെ കൊടുക്കാം. ചക്ക ഞാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. സാധിക്കൂലേക്ക് തിന്നാൻ വേണ്ട, പ്രശ്നം തീർന്നല്ലേ. ആരെങ്കിലും എടുത്തു തന്നാ എടുക്കാം. ഞാൻ വാടിക്കാൻ ഞാൻ ഓടിപ്പോയി എടുക്കാം. എനിക്കറിയല്ല, ചക്കയിൽ നേട്ടാൽ ശോഭനയ്ക്ക് ഒരു പ്രത്യേകതരം ആരോഗ്യമാണ്. ഇപ്പൊ എടുത്തോണ്ട് വരും. ഇത് അങ്ങനെ എടുത്തോണ്ട് വന്ന മുതലാണ്. അത് ഇന്നലെ മഴയത്ത് ഓ വീണ. മഴയെ തീർന്ന് വീണെന്ന് തോന്നുന്നു. രാവിലെ നോക്കിയപ്പോ ചക്ക എടുത്തോണ്ട് വരണം. ഞാൻ കണ്ട്. കണ്ടായിരുന്നാ? ഞാൻ കണ്ടില്ല. പോയാ ചക്ക എടുക്കാൻ പോയാ? എടുത്തോണ്ട് വെച്ചിരിക്കുന്നു. എന്റെ ചോദിച്ചു അങ്ങോട്ട് വെച്ചാ? കണ്ടി കൂട്ടിച്ചു വെച്ചിരുന്നു. കൊച്ചു ചക്ക അത് തന്നെ. ഞാൻ രാവിലെ നോക്കിയപ്പോ കൊച്ചിനെ എടുത്തുകൊണ്ട് വരും കണക്ക് കൊണ്ടുവരണം. മുറിച്ചു വെക്കാൻ മണം അടിക്കണ്. വിളഞ്ഞാ എന്തിനു പാടാ. അതെ ചെറിയ ചക്ക, അത് വിളഞ്ഞ് ഒന്നും കാണത്തില്ല. കൊച്ചു ചക്ക വിളഞ്ഞില്ലെങ്കിൽ വേസ്റ്റ് ആവും. കൊച്ചു ചക്ക അതിനകത്തൊന്നും കാണാമെന്ന് എനിക്ക് സംശയമാണ്. ഞാൻ നോക്കിയപ്പോ രാവിലെ അവിടെ കിടന്ന്, ഞാൻ എടുക്കാത്ത കൊച്ചു ചക്ക ആയോണ്ടെന്ന്. പക്ഷെ അമ്മ കറക്റ്റ് അത് എടുത്തോണ്ട് വന്നു. ഇത് ഞാൻ തീർക്കണോ? മണമുണ്ട്. അമ്മ കിടിലൻ ചക്ക, കിടിലൻ ചക്ക. ഞാൻ ഇത് ഒന്നും കൊള്ളൂലെന്നാണ് വിചാരിച്ച. ഇത് വലിയ നല്ല ചുളയാണ്. ഇത് വിളഞ്ഞ് വിളഞ്ഞ് പഴുത്ത പരിവായപ്പെടുന്നു വീണേ. ഞാൻ വിചാരിച്ചു മഴയത്ത്, അത് പഴുത്ത് നിക്കായിരുന്നു. അപ്പം ഞാൻ മഴയെന്നാണ് കരുതിയത്. വേണ്ട. അത് അടപ്പിക്കണം. കൊള്ളാം. ആദ്യത്തെ ചക്ക എനിക്ക് ഒന്നുമില്ലേ. ആദ്യത്തെ അത് ഇങ്ങനെ അത്ര അടുത്തേട് കൊള്ളാല്ലേ? ഞാൻ കൊള്ളൂലെന്ന് പറഞ്ഞ് കളഞ്ഞ ചക്കയാണ്. കൊള്ളാം. എടുക്കാത്ത ചക്കയാണ്. കൊള്ളൂലെന്നല്ല, കളഞ്ഞല്ല, എടുക്കാത്ത ചക്കയാണ്. മോ അല്ലെങ്കിൽ ഇങ്ങനെ ജോലിക്കും പോവില്ല, കൂലിക്കും പോവില്ല, വീട്ടിൽ കയറി നമുക്ക് ഉപദ്രവവും. എന്നെ ഇനി 10 ജോലിക്ക് പോണില്ലെന്ന്. ജോലി ഇരിക്കുന്ന മഴയല്ലേ? മഴ ആയിട്ടല്ല, ചുമ്മാ കള്ളം പറഞ്ഞു ജോലിക്ക് പോണില്ല. നമ്മൾ ഇങ്ങനെ ജോലിക്ക് പോയാൽ നമ്മളെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോവും? സീരിയസ് ആയിട്ട് ചവയ്ക്കുമ്പോഴാണ് ആട് കുഴ വയ്ക്കും കണക്ക്. ഈ ജോലിക്ക് പോകാതെ വീട്ടിൽ നിന്ന് കുടുംബം എങ്ങനെ മുന്നോട്ട് പോവും? ജോലിക്ക് വയ്യാ പറ്റൂല. അത് തന്നെ, ജോലിക്ക് വയ്യാതെ പറ്റൂല. അങ്ങനെ അത് ഇല്ലെങ്കിൽ പിള്ളേച്ചങ്ങൾ നമ്മളെ വിചാരിച്ച എന്റെ കൂടെ നിക്കുന്ന, അവളെ കൂടെ നിക്കുന്ന, അവര് പോണ ചെയ്യാം. അവളെ കൂടെ നിക്കണത്. അത് ശരി. ജോലിക്ക് വേണം. ഞാൻ ശശി. ജോലിക്ക് വേണം. അല്ല, ഞാൻ ശശി. ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഞാൻ ജോലിക്ക് പോകുന്ന അവളെ പറഞ്ഞ് ജോലിക്ക് വിട്ടിട്ട് ഞാൻ ഇരുന്ന് തിന്നോണ്ടിരിക്കാൻ നോക്കുമ്പോ ഞാൻ ജോലിക്ക് പോണോ? ഞാൻ ജോലിക്ക് ഓർക്കാന്ന്. ജോലിക്ക് വേണ്ട. പിന്നെ ഞാൻ പോണം. എനിക്ക് വെച്ച് തട്ടുന്ന. അല്ല, അപ്പൊ ഞാൻ ചതയാണ് അനം കണ്ടത്. ഞാൻ ജോലിക്ക് പോവാൻ പറയണമ്മ. എത്ര ധൈര്യം ഉണ്ട് എന്നോട് ജോലിക്ക് പോവാൻ പറയേ? അവള് ജോലിക്ക് പാടുമോ? പിന്നെ അവള് ജോലിക്ക് പാടും. പെണ്ണുങ്ങളല്ലേ ജോലി എടുത്ത് ആണുങ്ങളെ നോക്കാം. പെണ്ണുങ്ങളാ ജോലി. പിന്നെ ആണുങ്ങളാ ജോലിക്ക് വേണം. പെണ്ണുങ്ങളാ ജോലിക്ക് വേണം. പിന്നെ അല്ലാതെ വേണം. പണിയെടുത്ത് എന്നെ പോറ്റെടുത്ത് നാളെ മനുഷ്യാ ഉരുളി ഇങ്ങടെ ജീവിച്ച ഉരുളി, ഉരുളി അവിടുന്ന് ഒരു ഉരുളി ഇങ്ങെടുത്താണ്. അതെന്താണ് ഉരുളി? ഇത് കൊറേ വടിക്ക് വെച്ചിരിക്കണല്ലേ. ചെറുത് വലുത്. ചെറുത് ഇതെടുക്കാ. പിന്നെ ഒരു കൊച്ചു ചക്കയ്ക്ക് ഇത് മതി. ഉരുളി. ഒത്തിരി മുറിച്ച് പക്ഷെ ഞാൻ ഇത് അഴുക്ക ചക്ക ഒന്നും ഇല്ലെന്നും പറഞ്ഞാണ് ഇന്നലെ മഴയെ തീർന്നു പോയെന്നാണ്. തീർന്നു വീണതാണ്. അവിടെ കിടന്ന് കറക്കമില്ലേ, പിന്നെ തള്ളിയിട്ട എന്നെ അമ്മ. നിങ്ങൾ തള്ളിയിട്ട് തന്നെ അമ്മ? രാത്രി പോയി രാത്രി പോയി ഇറക്കി തള്ളിയിട്ട് തന്നെ.
എന്റെ മനെ മേടിച്ചാൽ ഞാൻ മേടിക്കാണ്ട് ഓണങ്ങല്ലേ തന്നെയാ ആ തറയിലിരുന്ന് കണ്ടുവെച്ച് കയറാൻ പറഞ്ഞു. ആ നൈറ്റിയിൽ അത്ര ഇപ്പം ഇതാവും. നൈറ്റിലാക്കല്ലേ പൂഞ്ച് എടുത്താ കുറച്ചും കൂടെ വലുത് കൊടുക്കായിരുന്നു, ചെറുതായി. തന്നെ നീ ചെറുതായി പോയാ അതൊന്ന് ഒടിച്ചു കൊടുക്കണുമാ. ഉമാ അതൊന്ന് ഒടിച്ചു കൊടുക്കുക. അതായത് അങ്ങനെയല്ല, ഇങ്ങനെ ഒടിച്ചിട്ടെ കൊടുത്താണ്. നില്ലേ അമ്മ നില്ലേ, നിർത്തി തരാത്. ഉടുപ്പിലൊക്കെ ആവണം. ഉടുപ്പിൽ അത്രയും കറയാം പുതിയ ഉടുപ്പ്. പുതിയ ഉടുപ്പമ്മ ചക്ക പരിക്ക ചക്ക കിട്ടിക്കഴിഞ്ഞാ പിന്നെ എന്തൊരു ബന്ധമല്ലേ. എന്നാലും എന്നെ ഞാൻ ഇറങ്ങി ജോലിക്ക് പോകുന്നു. നാളെ തൊട്ട് മഴയില്ലെങ്കിലേ ഉള്ളൂ. ജോലിക്കോ നീ വീട്ടിൽ കുടുംബം മുന്നോട്ട് ആര് കൊണ്ടുപോകും ജോലി? കുടുംബം മുന്നോട്ട് ആര് കൊണ്ടുപോകും? അത് അവള് നോക്കട്ടെ, പണിയെടുത്ത്. നേരൊക്കെ വീട്ടിൽ തിന്നോണ്ടിരിക്കണോ? ഞാൻ വീട്ടിൽ നിന്ന് തിന്നോണ്ടിരിക്കുന്നോട്ട് യാതൊരു ബന്ധമല്ലേ. ഇതാ നീ വീട്ടിൽ നിന്ന് തിന്നോണ്ടിരിക്കുന്ന മാത്രം ബന്ധമുള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് തിന്നോണ്ടിരിക്കണെന്നാന്നേ. നിങ്ങൾ കൊള്ളാല്. ഒരേ ഒരു പുത്രനായ എന്റെ മുഖത്ത് നോക്കിട്ട് നീ വീട്ടിൽ ഇരുന്ന് തറയെന്നെടുത്ത് തിന്നരുത്. കളയാ അങ്ങോട്ട്. കയ്യില് വലിയൊരു പീസ് ഇരിക്കുന്നു, എന്നിട്ടും തറയെന്നെടുത്ത് തിന്നണം. കൊള്ളാം. പരിക്ക ചക്ക അവരത് പറക്കി എടുത്തോണ്ട് വന്നില്ലേന്ന് എന്ത് ചെയ്യും? ഞാൻ രാവിലെ കണ്ടതാണ്, ഞാൻ എടുക്കാത്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കരുതി കൊച്ചു തക്കയല്ലേ അതിലെന്തരിക്കണം. പക്ഷെ അവര് കറക്റ്റ് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. മണം വന്ന് മരണത്തിന് പോയപ്പോഴാണ് എടുത്തോണ്ട് വെച്ചിരുന്നത്. ഞാന് എന്റെ ഫ്രണ്ടിന്റെ അമ്മ മരിച്ചു. ഫ്രണ്ടെന്ന് പറയുമ്പോ ഞാന് +2 അതില് കുരുണ്ട്, കുരു കളഞ്ഞ് തിന്നണേ, കുരു കളഞ്ഞ് തിന്നണേന്ന്. കൂടെ പഠിച്ചു നല്ല അറ്റാച്ച്മെന്റ് ഉണ്ട്. അങ്ങനെ മരണത്തിന് പോയിട്ടപ്പോ കുറച്ച് മുന്നേ വന്നതേ ഉള്ളൂ. നല്ല മണം ഉണ്ടല്ലേ, കൊച്ചു ചക്കയാണെങ്കിൽ നല്ല മണം. നമ്മുടെ അമ്മ എന്നല്ലേ നമ്മുടെ ലോകത്തെ ഏറ്റവും വലുത്. നമുക്ക് നമ്മുടെ ജീവനകാലം മുഴുവൻ സത്യം പറഞ്ഞാ അവരൊക്കെ പോകുന്നൊരു വല്ലാത്തൊരു സങ്കടവും. അമ്മ അല്ലേ നമ്മളെ കണ്ണേ. പിന്നെ നമ്മളെ മക്കളെ വളർത്തുമ്പോഴാണ് അവര് നമ്മളെ വളർത്തിയത് മനസ്സിലാവണത്. എനിക്കത് മനസ്സിലാവൂല, ഞാൻ വളർത്തിയില്ല. Proud mother. I'm a proud mother because I can't do so. തല്ലി പഴുപ്പിച്ച് ഇവിടെ ഉള്ള പേര മുഴുക്ക വെട്ടി അടിക്കുമായിരുന്നു. തല്ലി പഠിപ്പിച്ച ത്യാഗമാണ്. പഴുപ്പിച്ച് നല്ല അടിക്കുമായിരുന്നു അമ്മ നിങ്ങള്. 2 പേര തീർന്നു. നന്ദന്റെ പ്രായത്തിൽ എനിക്ക് തല്ലുള്ളൂ. കളിക്കാൻ പോണേന് ഞാൻ ഇത് കളിക്കാൻ എന്നെ കൊണ്ട് ഇല്ല. മണ്ണാട്ടി എടുത്ത് തന്നിട്ടേ നന്ദന്റെ പ്രായം പോലും ഇല്ല. മണ്ണാട്ടി എടുത്ത് പറിക്കണം. സത്യം, ഞാൻ കള്ളം പറയണതല്ല. മണ്ണാട്ടി എടുത്ത് പറിക്കാൻ തന്നിട്ട് എന്നിട്ട് ഞാൻ നന്ദന്റെ പ്രായത്തിൽ അവൻ അറിയാലോ, വീട്ടിൽ ഇരിക്കാൻ കളിക്കാനാണ് ആവേശം. കളിക്കാൻ പോകുമ്പോ ഇവിടെ കിടന്ന് വിളിക്കും. എങ്ങനെയാ വിളിക്കണ? എങ്ങനെ വിളിക്കണ നിങ്ങളെ മോൻ? എങ്ങനെ വിളിക്കണ? എടാ സുധീഷണ, എടാ സുധീഷണ എങ്ങനെ എങ്ങനെ വിളിക്കണ? എങ്ങനെ നീ ചുമ്മാ ചക്ക എങ്ങനെ അതിനെ എടാ സുധീഷണന്ന് വിളിക്കുവോ? അപ്പോഴെന്തായാലും ആരെങ്കിലും വന്ന് പറയും നിന്റെ അമ്മ അവിടെ കിടന്ന് വിളിക്കണ്, പെട്ടെന്ന് ചെല്ലുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലാവും ഇന്ന് വേട്ട എന്നാണ്. കഴിഞ്ഞത് കഴിഞ്ഞ് പോട്ട് അടിക്കുവായിരുന്ന ഉമ്മാര്. അത് അമ്മ നിങ്ങൾ ഉമ്മ കൊടുത്തിട്ടുണ്ട് അമ്മ നിങ്ങളെ മോന്? ഞാൻ ചെറുപ്പത്തില് പാല് കൊടുത്തില്ല. അതുകൊണ്ട് ഉമ്മയും കൊടുക്കൂലേ? ഉമ്മ കൊടുക്കൂല പറഞ്ഞാൽ മതി. പാല് കൊടുത്തിട്ടെങ്കിൽ ഉമ്മ കൊടുക്കുവായിരുന്നാ? ഉമ്മ കൊടുക്കൂല. ഇപ്പൊ കൊടുക്കോ? ഇപ്പൊ ഒന്ന് പിടിച്ച് നിർത്തി തന്നാ കൊടുക്കോ? ഇല്ല, വെറുത്തു പോയാ. നിങ്ങളൊരു അവസരം തരുവാണ്, നിങ്ങളെ മോനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക, നിങ്ങൾ കൊടുക്കുവോ? ഞാൻ കൊടുക്കൂല. ചന്ദ്രമ്മ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാ കൊടുക്കൂലേ? എനിക്ക് തരോ? ഞാൻ കൊടുക്കൂല. എനിക്ക് തരോ അമ്മ? എനിക്ക് തരോ? ഞാൻ ഉമ്മ കൊടുക്കൂല. തള്ളേ എനിക്ക് തരോ? പെണ്ണുങ്ങൾക്ക് പറഞ്ഞാ പെൺപിള്ളാർക്ക് കൊടുക്കും. എന്നിട്ട് ആ പപ്പ പാലാൻ ഇതുവരെ ഒരു ഉമ്മ കൊടുക്കാൻ കണ്ടിട്ടില്ല. ഞാൻ പെണ്ണായിട്ട് ജനിക്കാത്തത് ഉമ്മയില്ല. പെണ്ണായിരുന്നെങ്കിൽ കാണായിരുന്നു. മോളെപ്പോഴും അടിച്ചോ ഞാൻ വൃദ്ധദാനത്തിൽ കൊണ്ടിട്ടിട്ട്
10 എഴുതി വിറ്റ് ആയിരുന്നു ഇങ്ങനെയൊക്കെ ചവയ്ക്കണുണ്ട്. ചവണി കളയ അങ്ങോട്ട്. ചവണിയും കൂടെ ഒക്കെ ഇട്ട് തിന്നുന്നു. ചവണി എടുത്ത് കളയ. ചവണി കളയാൻ. ചക്ക കിട്ടിയ അത് ഭയങ്കര ഒരു എത്രാണ്. അപ്പൊ നമ്മളുടെ ഞാൻ നിർത്താൻ പോണേ, കാര്യം സന്ധ്യ വിളക്കെത്തിക്കാറായി. അപ്പൊ നമ്മളുടെ ചക്ക വെട്ടലും പതുക്കെ തിന്ന്. ഞാൻ ഇനി പിടിച്ചു വാങ്ങിച്ചോണ്ട് ഓന്നാണ് പേടി. അത് ഞാൻ ആരും നിങ്ങളെ പിടിച്ചു വാങ്ങിക്കില്ല, പതുക്കെ തിന്നാൻ അങ്ങോട്ട് കാണുന്നവരെ ഇപ്പൊ അവിടെ നിന്ന് പേടിക്കും. അപ്പൊ നമ്മുടെ യാദൃശികമായിട്ടുള്ള കൂമ്പരിയിലും ചക്ക വെട്ടലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യമായിട്ട് വീഡിയോക്ക് ഒന്നും പ്രിപ്പയർ ആയിരുന്നില്ല. ഞാനൊരു നമുക്ക് അറിയാല്ല, നമ്മളിങ്ങനെ കൂമ്പക്കരിയാൻ പോകുമ്പം ഈ സമയത്ത് അമ്മ വന്നിരിക്കും, എന്ത് ചെയ്യണമെന്ന് ചോദിക്കും, എന്നൊക്കെ അറിയാന്നുള്ളോട് മൂർച്ചയില്ലേ എടുത്തേ ഉള്ളൂ. അപ്പോ നമ്മുടെ വീഡിയോ എല്ലാരും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള വീഡിയോ നിങ്ങളും ആസ്വദിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരെ. അതിലെ കുരു കളയുന്നില്ലെന്നാണ് തോന്നണത്. കുരു കളഞ്ഞാ എന്തൊരു പാടാ ഈശ്വരാ. കുരു കളയണം. ശരി. എന്തൊരു തീറ്റയമ്മ, ഒരു മര്യാദക്കൊക്കെ ചവയ്ക്ക് നിങ്ങള്. കണ്ടിട്ട് എനിക്ക് പേടിയാണ്, വെറുത്തോണ് ഞാൻ. അല്ല, ചക്കയോട് എന്തോ ദേഷ്യമുള്ളത് പോലെ. ആ ചക്കര ഇത് പ്ലാവി ചെന്നിട്ട് ആ ദേഷ്യം മുഴുക്ക ഊലിക്കണം. ചക്കയോട് എന്തോ ദേഷ്യമുള്ളത് പോലെ. പോർക്ക ഇനി അടുത്ത മടൽ ഇങ്ങോട്ട് താ. അത് ഇഡലി കണ്ട പോർക്ക. ഇനിയിപ്പൊ അടുത്ത മടൽ ഇങ്ങോട്ട് താ. നൈറ്റിയിൽ എത്രയും കറയായെന്ന് തോന്നുന്നു. അല്ല ശാല എണ്ണ ഒഴിച്ചു കൊടുക്കണേ കയ്യില്. ഉമാ ശാല എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു തുണി എടുത്തിട്ട് തുടച്ചാൽ മതി, അല്ലാതെ പോവൂല. നൈറ്റി വെച്ച് തുടക്കല്ലേ. വെളിച്ചെണ്ണ എടുക്കട്ടാ. വെളിച്ചെണ്ണ തുണി തോ ആ കിടക്കുന്ന തോർത്തിൽ തുടച്ചാൽ മതി. ഇതുകൊണ്ട് നമ്മളെ കോട്ടയെല്ലാം ഇഷ്ടപ്പെട്ടാ? കോട്ടയെല്ലാം ഇഷ്ടപ്പെട്ടാ? നമ്മളെ ഫോട്ടോ എല്ലാം ഇഷ്ടപ്പെട്ടാന്ന് ചോദിക്കണം. അപ്പൊ എന്തായാലും ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ലൈക്ക് തരണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറ. ലൈക്ക് തുറന്നു കാരണം ക്യാറ്റ് തുറന്നു കയറണോന്നല്ല പറഞ്ഞത്, ക്യാറ്റ് തുറന്നു കാരണം ചക്ക ഇടണോന്ന. ആ പ്ലാവാണെങ്കിൽ മതിലിന്റെ അടുത്താണ് നിൽക്കണം. തീർന്നു. അയ്യോ അയ്യോ. ശരി, ടാറ്റോടമ്മ. അതിന്റെ അടുത്ത് പറഞ്ഞ അങ്ങോട്ട്. ശരി, ഓക്കെ.